ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്കുണ്ടാകട്ടെ. ഈശോ നിൻ്റെ കൂടെയായിരുന്നു നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈശോയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 29-ാം തിരുവചനം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല. സ്വല്പം സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയാണ് പറയുന്നത്. ദുഷിച്ച തലമുറയാണ്, അടയാളം തേടുന്ന ഒരു തലമുറയാണ്. എന്തിത് അർത്ഥമാക്കുക? ഇവർ ദൈവത്തെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കാനായിട്ട് ശ്രമിക്കുക. ബുദ്ധിയുടെ ഓരോ വശങ്ങളും വെച്ച് അവർ പഠിച്ചിട്ടുള്ള പഴയകാല ചിത്രങ്ങളെല്ലാം വെച്ചിട്ട് വന്നിരിക്കുന്ന ഈശോയെ അളന്നളന്ന് നോക്കുക. അവരടുത്ത് പൊരുത്തങ്ങൾ വരുന്നില്ല. കാരണം അവരുടെ ചിന്തയിലെ ദൈവം അല്ല വന്നിരിക്കുന്നത്, കരുണയുടെ ഒരു കർത്താവ് വന്നിരിക്കുന്നത്. സമൂഹത്തിൽ നിന്ന് സമൂഹം മാറ്റി നിർത്തുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം വന്നിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നോമ്പിൻ്റെ അരൂപിലൂടെ നീങ്ങുമ്പോൾ പ്രിയ സഹോദര സഹോദരി, നിന്നിലെ ദൈവസങ്കല്പത്തെ ഒന്ന് വിലയിരുത്താം. നീ ദൈവത്തെ നീ കേട്ടിട്ടുള്ള, നീ വായിച്ചിട്ടുള്ള അളവുകോലും കൊണ്ടാണോ ഇന്നും മനസ്സിലാക്കുക? അത് ദൈവത്തെ ശരിക്കും അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ അതിന് ശ്രമിക്കുന്നുണ്ടോ? ഈ നോമ്പുകാലത്തിൽ ഈ ദൈവത്തെ അനുഭവിച്ചറിയാൻ, നിൻ്റേതായ ഒരു ദൈവത്തെ കണ്ടെത്താൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള അളവുകോലുകൾക്കപ്പുറത്ത് ഹൃദയത്തിൽ നിന്നെ കണ്ടെത്തുവാനായിട്ട്, ഞാൻ കണ്ടെത്തിയ ദൈവം എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹം നൽകണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ ഐശ്വര്യവും നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിന്റെ നാമത്തിൽ നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യൻ നീ. ഹല്ലേലൂയ, മരണത്തെ ജയിച്ചവനെ ചെങ്കടൽ തകർത്തു. ഈശോ നിൻ നാമത്തിൽ രക്ഷ